നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഒരിക്കൽ ചോദിച്ചു, മതസ്സാഅത്തു യാ റസൂലല്ലാഹ്, അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കും അറിയാമല്ലോ ആ സംഭവിക്കുന്ന ദിവസം, പറയേണ്ടതില്ലല്ലോ. ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും ചോദിച്ചു, മാഹിയ അമാറത്തു സാഅത്തി യാ റസൂലല്ലാഹ്, എന്നാൽ അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ എന്തെല്ലാമാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി എണ്ണിപ്പറഞ്ഞത് അൻതലിദൽ അമതു റബ്ബതഹ, അടിമ സ്ത്രീ യജമാനത്തിയെ പ്രസവിക്കലാണ് എന്നാണ്. മുഹദ്ദിസുകൾ വ്യാഖ്യാനം പറയുന്നത് കാണാം, കാര്യങ്ങൾ നേരെ തല കീഴ്മേൽ മറിയലാണ് എന്ന്. അവസാനമടുക്കുമ്പോഴേക്ക് ക്രമം തെറ്റിയുള്ള ഒരു സൊസൈറ്റി ആയിരിക്കും നിലവിൽ വരിക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സന്ദർഭത്തിൽ നമ്മെ ഉണർത്തുന്നുണ്ട്. ആണ് പെണ്ണാകുന്നു, പെണ്ണ് ആണാകുന്നു, ആണും പെണ്ണും കെട്ടവരാകുന്നു. പല രൂപത്തിലുള്ള വകഭേദങ്ങൾ സൊസൈറ്റിയിൽ രൂപപ്പെട്ടു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പല സൂചനകളിൽ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയുടെ സ്വഭാവം പരിചയപ്പെടുത്തുന്നത് എല്ലാ വസ്തുക്കളിലും ഇണകളെ സൃഷ്ടിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രകൃതിയെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാറ്റിൽ നിന്നും ഇണകളെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യരിലുണ്ട്, ഭൂമി മുളപ്പിക്കുന്നതിലുണ്ട്, അതുപോലെ നമുക്കറിയാത്ത ഒരാറ്റത്തിൽ ഇലക്ട്രോണും പ്രോട്ടോണും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇണകളായി വിപരീതാകർഷണീയങ്ങളുള്ളകളായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിനും വ്യത്യസ്തമായ ദൗത്യങ്ങളാണ് സൊസൈറ്റിയിൽ, സമൂഹത്തിൽ നിർവഹിക്കാനുള്ളത്. മനുഷ്യരിലും ആണിനെയും പെണ്ണിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ പ്രത്യുൽപാദനത്തിന്, മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് ഈ ആണ് പെണ്ണ് എന്നുള്ള രണ്ട് ലിംഗങ്ങളും അത്യാവശ്യവും അനിവാര്യവുമാണ്. എന്നാൽ പുതിയ കാലത്ത് പുരുഷവിരുദ്ധത ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പല പഠനങ്ങളും ആശയങ്ങളും രൂപപ്പെട്ടു വരുന്നുണ്ട്. എ ഫ്യൂച്ചർ വിത്തൗട്ട് മെൻ എന്ന് പറയുന്ന ഒരു പുസ്തകം ബ്രയൻ ക്ലിഫോർഡ് സൈക്സ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പുരുഷന്മാരില്ലാതെ സാധ്യമാകുന്ന ഒരു ഭാവിയെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അഥവാ പുരുഷവിരുദ്ധമായ, സ്ത്രീ കേന്ദ്രീകൃതമായ ചിന്തകൾക്ക് കരുത്തു പകർന്ന് ലെസ്ബിയനിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള സൈദ്ധാന്തികമായ പിൻബലങ്ങൾ നൽകി സമൂഹത്തിൻ്റെ ആ നിലനിൽപ്പിനെയും സമൂഹത്തിൻ്റെ സന്തുലിതാവസ്ഥയെയും നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ അരക്ഷിതവാദികൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വളരെ വ്യാപകമായ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും സ്വാഭാവികമായ ചിന്തകൾ പോലും അവരെയും മാനിക്കേണ്ടതല്ലേ, അത്തരത്തിലുള്ളവരുമുണ്ടല്ലോ എന്ന ഒരു സ്വാഭാവികമായ ചിന്താഗതി നമ്മളിൽ ഉയർന്നു വരികയും, ഇദ്ദേഹം സൈക്സ് ഇതിനെക്കുറിച്ച് പറയുന്നത് 5000 തലമുറകൾ കഴിഞ്ഞാൽ ഇവിടെ പുരുഷൻ ആവശ്യമില്ലാതെ സ്ത്രീകൾക്ക് തന്നെ ഫെർട്ടിലിറ്റി, പ്രത്യുൽപാദന ക്ഷമതയുള്ള ഒരു വിഭാഗം ഇവിടെ കഴിഞ്ഞു വരും എന്ന്. അഥവാ പുരുഷൻ്റെ പ്രത്യുൽപാദന ക്ഷമത 1% ചുരുങ്ങുകയും സ്ത്രീകളുടെ അണ്ഡം ഉപയോഗിച്ചുകൊണ്ട് തന്നെ മനുഷ്യ നിർമ്മിതി ഇവിടെ സാധ്യമാവുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ജപ്പാനീസ് സയൻറ്റിസ്റ്റുകളുടെ പഠനങ്ങളെ വിധേയപ്പെടുത്തിക്കൊണ്ട്
2 എഗ്ഗുകളിൽ നിന്ന് എലിയെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന പഠനത്തെ മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ ശാസ്ത്രീയമായ വശങ്ങളിലേക്ക് പോവുകയല്ല. ഒരു ജെൻഡർ വിരുദ്ധത സോഷ്യോളജിക്കലി നമ്മൾ ആലോചിക്കുമ്പോൾ അവരുൽപ്പാദിപ്പിക്കുന്ന പുരുഷ വിരുദ്ധതയുടെ ആഴമെത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ലെസ്ബിയനിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വലിയ ചിന്താഗതികൾ നമ്മുടെ സൊസൈറ്റിയിൽ വളർന്നു വരുന്നുണ്ട്. നമ്മൾ അറിയാതെയെങ്കിലും നമ്മുടെ അടുക്കളയിലേക്കും ഈ ചിന്താഗതികൾ കടന്നു വരുന്നതായി നമുക്ക് നമ്മുടെ മക്കളുടെ, ഭാര്യമാരുടെ കാഴ്ചപ്പാടുകളിലും ചിന്താഗതികളിലുമെല്ലാം പ്രകടമാകുന്ന ചില വ്യത്യാസങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആൺ പെൺ എന്ന 2 ലിംഗങ്ങൾക്കപ്പുറം ധാരാളം ലിംഗ വകഭേദങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് പുതിയ ലോകം. അത് എത്രത്തോളം യൂറോപ്യൻ രാജ്യങ്ങളിൽ, അമേരിക്കൻ രാജ്യങ്ങളിൽ അപകടങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണമാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തവണ അധികാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം പ്രസ്താവിച്ചു, there are only 2 genders, മെയിൽ ആൻഡ് ഫീമെയിൽ. 2 ജെൻഡറുകൾ മാത്രമേ ഇനി അമേരിക്കയിൽ അനുവദിക്കുകയുള്ളൂ, മെൻ ആൻഡ് ഫീമെയിൽ, മെയിൽ ആൻഡ് ഫീമെയിൽ. കാരണം ഇവരുണ്ടാക്കുന്ന അപകടങ്ങൾ, സാമൂഹികമായി ഇവരുണ്ടാക്കുന്ന അപകടങ്ങളും ക്രമക്കേടുകളുമെല്ലാം വ്യാപകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് സൊസൈറ്റി. ഇന്ന് LGBTQIA+ അഥവാ 10-30ഓളം വകഭേദങ്ങൾ ഇതിങ്ങനെ വ്യത്യസ്തമായ ലിംഗ വകഭേദങ്ങളായി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം? L എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ, പെണ്ണും തമ്മിലുള്ള ലൈംഗിക അട്രാക്ഷനും വൈവാഹിക ജീവിതം നടത്തലും അവർ തമ്മിലുള്ള ഒരുമിച്ചു ചേരലുമെല്ലാമാണ് ലെസ്ബിയൻ എന്ന് പറയുന്നത്. ഗേ എന്നാണ് G എന്ന് പ്രതിനിധാനം ചെയ്യുന്നത്. ഗേ എന്നാൽ ആണും തമ്മിലുള്ള വൈവാഹിക ജീവിതവും സെക്ഷൽ അട്രാക്ഷനുമാണ് ഗേ എന്ന് പറയുന്നത്. ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ ആണിനെയും പെണ്ണിനെയും, പലപ്പോഴും ചിലപ്പോൾ ആണായിരിക്കും ചിലപ്പോൾ പെണ്ണു, 2 വിഭാഗത്തോടും സെക്ഷൽ അട്രാക്ഷൻ ഉള്ളവരാണ് LGBTQ ബി എന്നതിനെ, ബൈസെക്ഷൽ എന്നതിനെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സ്, പല രൂപത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സ് ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കും. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ നേരത്തെ ആണായിരുന്നവർ പിന്നെ പെണ്ണാവുന്നു, അത് ട്രാൻസ് വുമണായി മാറും. അഥവാ നേരത്തെ ആണായിരുന്നു, അവർ പെണ്ണായി മാറാനുള്ള സർജറിയും മറ്റു പ്രോസസ്സുകളൊക്കെ നടത്തി അവർ പെണ്ണായി മാറുന്ന ട്രാൻസ് വുമൺ. നേരത്തെ പെണ്ണായിരുന്ന ഒരാൾ സർജറിയിലൂടെയോ അല്ലാതെയോ ഒക്കെ ആണിലേക്ക് മാറുമ്പോൾ ട്രാൻസ്മെൻ. അങ്ങനെ തോന്നലുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആണ് പെണ്ണാവുകയും പെണ്ണ് ആണാവുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം. അതുപോലെ ക്യൂർ എന്ന് പറയുന്ന അവരുടെ ഐഡൻറ്റിറ്റി ക്വസ്റ്റ്യനിങ് ആണ്, ചോദ്യം ചെയ്യപ്പെടാണ്. ഏതിനോടാണ് അട്രാക്ഷൻ? ചിലപ്പോൾ ആണിനോടായിരിക്കും, ചിലപ്പോൾ പെണ്ണിനോടായിരിക്കും, ചിലപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ പോലെ അവർ ഓപ്പറേഷനും സർജറിയൊക്കെ നടത്തിയിട്ട് ട്രാൻസ്മെൻ ആയിട്ടുണ്ടാവും, ചിലപ്പോൾ വുമണാവും. അങ്ങനെ അവരുടെ തോന്നലുകൾക്കനുസരിച്ച് അവർക്ക് തന്നെ കൃത്യമായ ബോധ്യമില്ലാത്ത ഒരു വിഭാഗമാണ് ഈ ക്യൂർ എന്ന് പറയുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്ന ഇന്റർസെക്സ് എന്ന് പറയുന്നത്, നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജന്മനാ തന്നെ 2 ലിംഗങ്ങളുമുള്ള ഹിജടകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ഹുൻസ എന്നു പേരുള്ള വിഭാഗങ്ങൾ. അതുപോലെ ആരോടും പ്രത്യേകമായ താല്പര്യമില്ലാത്ത, സെക്ഷൽ അട്രാക്ഷൻസ് ഇല്ലാത്ത വിഭാഗങ്ങൾ. അതിങ്ങനെ ഓരോ തവണകളിലായി, ഘട്ടങ്ങളിലായി വ്യത്യസ്ത വകഭേദങ്ങളിലൂടെ വളർന്നു വരികയും ഇപ്പോൾ സെക്ഷൽ ഐഡൻറ്റിറ്റി പ്രൂവൺ ചെയ്യണമെങ്കിൽ ഒരു മനുഷ്യൻ ആണായി പിറന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് പിറന്നത് പെൺലിംഗമുള്ളവരായതുകൊണ്ടോ ഒരാൾക്ക് ജെൻഡർ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റുകയില്ല എന്നാണ് യൂറോപ്പിൽ നിന്നും അതുപോലെ തന്നെ പുതിയ ആളുകൾ പറയുന്നത്. 1 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 4-5 വയസ്സാകുമ്പോൾ അവരുടെ ജെൻഡർ വകഭേദങ്ങളെ അവർക്കു തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. ഒരാൾ ആണായി ജനിച്ചതുകൊണ്ട് അയാൾ ആണായി മുദ്ര കുത്താൻ ലോകത്ത് അവകാശമില്ല എന്നാണ് പുതിയ കാലത്ത് അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ വിഭാഗങ്ങൾ ഇനി 10, 30, 33 എത്ര വിഭാഗങ്ങൾ ഇവർ വന്നാലും ഇവരുടെയൊക്കെ പൊതു സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ ഇത് 3 വിഭാഗത്തിലുണ്ടാകും. ഒന്ന് മെയിൽ സെക്സ് ഉണ്ടാകും, ഫീമെയിൽ സെക്സ് ഉണ്ടാകും, ഇന്റർസെക്സ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഈ 3 ഉണ്ടാകുക. നാച്ചുറലി നമ്മൾ ജനങ്ങളുടെ വിഭാഗം ഏതാണെന്ന് നോക്കുമ്പോൾ പെണ്ണ്,
ആണ്, അതുപോലെ ഈ ഹുൻസ എന്ന് പറയുന്ന വിഭാഗം. മറ്റൊന്ന് ജെൻഡർ അടിസ്ഥാനത്തിൽ അഥവാ തോന്നൽ അടിസ്ഥാനത്തിൽ മെയിൽ ജെൻഡർ, പുരുഷ ജെൻഡർ ഉണ്ടാകും, സ്ത്രീ ജെൻഡർ ഉണ്ടാവും, അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സും ഉണ്ടാവും. മറ്റൊന്ന് സെക്ഷുവാലിറ്റി അടിസ്ഥാനത്തിൽ, ഒരു മനുഷ്യന് ലൈംഗികപരമായ അട്രാക്ഷൻ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ ഹെട്രോസെക്ഷൽ എന്ന് പറയുന്ന ആൺ പെണ്ണിനോട്, പെണ്ണ് ആണിനോടുള്ള സെക്ഷുവാലിറ്റി. മറ്റൊന്ന് ഹോമോസെക്ഷൽ അഥവാ ആണും തമ്മിലുള്ള സെക്ഷുവാലിറ്റി, പെണ്ണും തമ്മിലുള്ള സെക്ഷുവാലിറ്റി. മറ്റൊന്ന് ബൈസെക്ഷൽ എന്ന് പറയുന്ന ആണിനോടും പെണ്ണിനോടുമുള്ള താല്പര്യം. അപ്പം ഈ ഗണത്തിലെല്ലാം എടുത്ത് നമ്മൾ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് അന്വേഷണം നടത്തുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഈ ജെൻഡർ പ്രോബ്ലംസ്, ജെൻഡർ പൊളിറ്റിക്സ്, അത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വികൃതമായ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്? അതിൻ്റെ കാരണങ്ങൾ ഒരാൾക്ക് നോക്കൂ നിങ്ങൾ. ഇപ്പം നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ലെസ്ബിയൻസ് എന്ന് പറയുന്ന പെണ്ണും തമ്മിലുള്ള നമ്മുടെ സൊസൈറ്റിയിൽ ഏറെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഏതോ ഒരു ടെലിവിഷൻ ഷോയിൽ ഈ പെണ്ണുങ്ങൾക്ക് ഇതിനെ ഒരു സ്വാഭാവികതയാക്കി, അതുപോലെ തന്നെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഈ പെണ്ണും തമ്മിലുള്ള അട്രാക്ഷൻ അതൊരു സ്വാഭാവികതയാണ്, അങ്ങനെയുള്ളവരെ സൊസൈറ്റി അംഗീകരിക്കുകയും മാനിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത വലിയ രൂപത്തിൽ നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് അന്യരുടേതാകുമ്പോൾ നമുക്കൊരു പക്ഷേ രസവും താല്പര്യവുമെല്ലാം തോന്നിയേക്കാം. എന്നാൽ അവരവരുടെ വീട്ടിൽ ഇതിൻ്റെ ഭവിഷ്യത്ത്, ഇത് കടന്നു വരുമ്പോഴാണ് ഇതിൻ്റെ ഗുരുതരമായ ഭവിഷ്യത്ത് പലപ്പോഴും നമുക്ക് ബോധ്യപ്പെടുക. അതുപോലെ തന്നെ ഹോമോസെക്ഷാലിറ്റി ആണെങ്കിലും, അതുപോലെ ഗേസ് എന്ന് പറയുന്ന ആണും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം വളരെ കൂടുതൽ വ്യാപകമായി അതിനെ ലീഗലൈസ് ചെയ്ത് കോടതിയിൽ കയറി ഒപ്പം ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം വാങ്ങിയെടുത്തുകൊണ്ട് ഈ ക്രമത്തെ, പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ക്രമത്തെ അട്ടിമറിക്കാനുള്ള പ്രവണതകൾ പല രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ട്രാൻസ്ജെൻഡേഴ്സ് എങ്ങനെയാണ് അതിനെ ബുദ്ധിപരമായി സമീപിക്കേണ്ടത്? ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ്? ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മാൻ അല്ലെങ്കിൽ വുമൺ, ഒന്നുകിൽ ആണായിരിക്കും അല്ലെങ്കിൽ പെണ്ണായിരിക്കും. ബയോളജിക്കലി ആണായ ഒരാളുടെ തോന്നലാണ് ഞാൻ പെണ്ണാകേണ്ടവനാണ്, അല്ലെങ്കിൽ ഞാൻ പെണ്ണാണ്, എൻ്റെ സ്വഭാവം അട്രാക്ഷൻ ആണിനോടാണ്, അതുകൊണ്ട് ഞാൻ പെണ്ണാവേണ്ടവനാണ് എന്ന തോന്നൽ അവരിൽ ഉണ്ടാകുമ്പോൾ അവർ മറ്റൊരു ജെൻഡറിലേക്ക് മാറാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ വ്യത്യസ്തമായ ടൈപ്പ് ഓഫ് ട്രാൻസ്ജെൻഡേഴ്സ്, വ്യത്യസ്തമായ രൂപത്തിൽ, ഇപ്പോൾ ഒരാണാണെങ്കിൽ ആ ആണിൻ്റെ ശരീരമുള്ള പൂർണ്ണ ആണായ മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുകയാണ് ഞാൻ പെണ്ണാണ്, എൻ്റെ നേച്ചറും സ്വഭാവവും എല്ലാം പെണ്ണാണ് എന്ന് തോന്നുമ്പോൾ ഒന്നുകിൽ അയാൾ ഡിക്ലറേഷൻ ചെയ്യും, ഞാൻ പെണ്ണാണ്, എൻ്റെ നേച്ചറൊക്കെ പെണ്ണാണ് എന്ന് അയാൾ പ്രഖ്യാപിക്കും. ഇനി അതല്ലെങ്കിൽ ക്രോസ് ഡ്രസ്സിങ്, അഥവാ ആണല്ലോ അദ്ദേഹം, അയാളുടെ മനസ്സ് ആവശ്യപ്പെടുന്നത് പ്രകാരം പെണ്ണിൻ്റെ വസ്ത്രം ധരിക്കും. അതുപോലെ മറ്റൊന്ന് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തും. മൂന്നാമത്തേത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ശരീരം നല്ല ബയോളജിക്കലി ആരോഗ്യവാനായ ഒരു ആണിൻ്റെ ശരീരമുള്ള ഈ മനുഷ്യൻ പെണ്ണിൻ്റെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട്, പെണ്ണിൻ്റെ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ എന്ത് സംഭവിക്കും? താടിയെല്ലാം കൊഴിഞ്ഞു പോകും, ശരീരത്തിൻ്റെ വയറിലുള്ള മാംസം ബ്രസ്റ്റിലേക്ക് നീങ്ങും. അതുപോലെ കൃത്യമായ സ്ത്രീകളുടെ ഹോർമോൺ കുത്തിവെക്കുന്നതോടുകൂടി അവരുടെ നേച്ചറിൽ തന്നെ പല മാറ്റങ്ങൾ സംഭവിക്കും. അങ്ങനെ പെണ്ണായി മാറാനുള്ള ബയോളജിക്കലിയുള്ള ശ്രമങ്ങൾ നടക്കും. ഇനി അതുമല്ലെങ്കിൽ പിന്നെ സെക്ഷൽ റീഅസൈൻമെൻറ്റ് സർജറീസ് എന്ന് പറയും, SRS. ആ സർജറി നടത്തിക്കൊണ്ട് അവർ യൂട്രസ് വരെ, അതൊക്കെ അവർ അനുഭവിക്കുന്ന പ്രയാസം എന്താണ്? ഈ സർജറി എങ്ങനെ നടത്തുക? ആണിന് നേരത്തെയുള്ള പ്രകൃതിപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആണിന് വെച്ചിട്ടുള്ള ലിംഗം ഒരു പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുന്ന വിപരീതമായ ലിംഗങ്ങളായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ടാവുക. അപ്പം ഈ ആണിന് പെണ്ണാവാൻ വേണ്ടി സർജറി നടത്തുന്നതോടൊപ്പം എന്താ ചെയ്യുക?
ഈ കുടലിൻ്റെ രൂപം കുടലിൽ നിന്ന് മുറിച്ചെടുത്തുകൊണ്ട് വെജീന സ്ഥാപിക്കാൻ വേണ്ടി ഓപ്പറേഷൻ നടത്തും. അങ്ങനെ ഓപ്പറേഷൻ നടത്തി പെണ്ണിൻ്റെ ലിംഗം പോലെ അതിനെ ആവിഷ്കരിച്ചുകൊണ്ട് അത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിനു വേണ്ടി അവരനുഭവിക്കുന്ന ഒരുപാട് വേദനകളുണ്ട്, ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഈ വെജൈന അവരുണ്ടാക്കുന്നതിലൂടെ അതിലൂടെ ദുർഗന്ധം വരും, വലിയ പ്രയാസങ്ങൾ. അതുകൊണ്ടാണ് ഇത്തരം സർജറി കഴിഞ്ഞിട്ടുള്ള എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് ആത്മഹത്യക്കിരയായത്. നമ്മൾ വെറുതെ യൂട്യൂബ് ചെയ്തു നോക്കിയാൽ, ഗൂഗിൾ ചെയ്തു നോക്കിയാൽ എത്രയോ ആളുകളെ നമുക്കറിയാം. കാരണം നാച്ചുറലി അവരുള്ള പുരുഷ വികാരത്തെ, പുരുഷ വിചാരങ്ങളെ ഹോർമോൺ ചികിത്സയിലൂടെ മറ്റൊരു ലിംഗത്തിലേക്ക് പരിവർത്തന വിധേയമാക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു മാനസിക സമ്മർദ്ദമുണ്ട്. മെൻ്റലി അവരൊരിക്കലും ഓക്കെ ആകുന്നില്ല. ഈ സർജറിയിലൂടെ ഫിസിക്കലി അവരും പരാജയമാണ്, അവര് അപകടപ്പെടണം. ഈ അടുത്ത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പുരുഷന്മാർക്ക് ആരോഗ്യപരമായി വളരെ ഗുണപരമായ ഒരു കാര്യമാണ് സുന്നത്ത് കർമ്മം എന്നിരിക്കെ ആ അറ്റം പോയതിന് കോടതി കയറിയ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അതിനുവേണ്ടി പിരിവെടുത്തുകൊണ്ട് കോടതിയിൽ കേസ് നടത്തിയവർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഈ പുരുഷ ലിംഗം മുറിച്ചു മാറ്റിയിട്ട് അവിടെ മറ്റൊരു ലിംഗം വെച്ച് പിടിപ്പിച്ച് വളരെ ഗുരുതരമായി ത്യാഗങ്ങൾ സഹിച്ച് മാനസികമായും ശാരീരികമായും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനതയുണ്ടായിട്ടും അതിനെതിരെ ശബ്ദിക്കാൻ ഇവിടെ ആരുമില്ല. നിങ്ങൾ നോക്കൂ, ഈ അടുത്ത് ട്രാൻസ്ജെൻഡേഴ്സ് കപ്പിളിന് ഒരു കുട്ടിയുണ്ടായി എന്നുള്ള വാർത്ത വളരെ സുവിദിതമായിരുന്നു. ആ വാർത്തയുടെ പരിണിതിയായി ഇവിടുത്തെ പുരോഗമനവാദികൾ നന്നായി അതിനെ ആഘോഷിച്ചു. നേരത്തെ പെണ്ണായിരുന്ന ഒരാൾ ഈ ട്രാൻസ് മെന്നായി മാറിയതിലൂടെ അവരുടെ ബ്രസ്റ്റ് മുറിച്ചു മാറ്റുകയും അതുപോലെ തന്നെ അവർക്ക് ഹോർമോൺ ചികിത്സകളെല്ലാം നടത്തി താടിയും രോമങ്ങളുമെല്ലാം വരുത്തിക്കൊണ്ട് അവർ നേരത്തെ തന്നെ പെണ്ണാണ്, യൂട്രസ് നീക്കം ചെയ്തില്ല, ഈ നേരത്തെ ആണായിരുന്ന പിന്നീട് പെണ്ണായ ഒരുത്തൻ്റെ കൂടെ ജീവിച്ചുകൊണ്ട് അവർക്ക് സ്വാഭാവികമായ പ്രോസസ്സിലൂടെ സന്തതി ഉണ്ടായപ്പോൾ മുല കൊടുക്കാൻ അഥവാ ഒരു കുഞ്ഞിൻ്റെ മുല കുടിക്കാനുള്ള അവകാശത്തെ നിഷേധിച്ചുകൊണ്ട് ബ്രസ്റ്റ് മുറിച്ചു മാറ്റിയപ്പോഴും ഇവിടെ ഒരു സമരവും നടന്നില്ല, ആരും കോടതി കയറുകയും ചെയ്തില്ല. കാരണം ഈ ക്രമക്കേട് ഇവിടെ ആഗ്രഹിക്കുന്ന വലിയൊരു സൊസൈറ്റി, ഇതിനെ സാമാന്യവൽക്കരിക്കുന്ന ഒരു സമൂഹം, വലിയ സിനിമാ നടന്മാരാകട്ടെ, ഇൻഫ്ലുവൻസേഴ്സ് ആകട്ടെ, പൊളിറ്റീഷ്യൻസ് ആകട്ടെ, സമൂഹത്തിലുള്ള വലിയ ഒരു വിഭാഗം അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഈ സൊസൈറ്റി അരക്ഷിതമാവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയുണ്ട്. എന്നാൽ ഇതേ അവസ്ഥകൾ തന്നെയാണ് പെണ്ണ് ആണായാലും അങ്ങനെ തന്നെയാണ്. ട്രാൻസ്മെൻ ആണെങ്കിലും അവരുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നു. എന്നാൽ അതിന് പകരം പുരുഷന് സമാനമായ ഒരു ലിംഗത്തെ വെച്ചുപിടിപ്പിച്ചാൽ അതുകൊണ്ട് പുരുഷ ലിംഗത്തിൻ്റെ ഉപയോഗങ്ങൾ ഉണ്ടാവുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്നിരിക്കെ തന്നെ ആ വേദനകളും യാതനകളുമെല്ലാം സഹിച്ചുകൊണ്ട് ശാരീരികമായ സർജറികൾ നടത്തിക്കൊണ്ടുള്ള മാറ്റങ്ങൾക്ക് തയ്യാറാകുമ്പോൾ ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി ബുദ്ധി കൊണ്ട് ചിന്തിക്കാനാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്. എന്താണ് ഇവിടെ ബുദ്ധി? ഇവിടെ പ്രശ്നം എന്താണ്? ശാരീരികമായി വല്ല പ്രശ്നങ്ങളും ഇവിടെ ഈ ട്രാൻസ്ജെൻഡേഴ്സിനുണ്ടോ? ശാരീരികമായ ബലഹീനതകളില്ല, ഇവൻ ആണിൻ്റെ ശരീരം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ മുന്നിൽ സോഷ്യൽ മീഡിയകളിൽ വളരെ കൂടുതൽ വൈറലായി പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ട്രാൻസ് വുമൻസ് ഉണ്ട്. നേരത്തെ ആണായിരുന്ന കല്യാണം കഴിക്കുക, ഞാൻ ആരുടെയും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കല്യാണം കഴിച്ച് ദാമ്പത്യ ജീവിതം നയിച്ചതിന് ശേഷം അവരുടെ ഉള്ളിൽ ഒരു തോന്നൽ വരികയാണ്, ഞാൻ പെണ്ണാണ്. അല്ലെങ്കിൽ നേരത്തെ അങ്ങനെ തോന്നൽ ഉണ്ടെന്നിരിക്കട്ടെ, അപ്പൊ ചികിത്സ കൊടുക്കേണ്ടത് എവിടെയാണ്? തോന്നലിനല്ലേ? തോന്നലിനാണ് ചികിത്സ കൊടുക്കേണ്ടത്. ശാരീരികമായി പ്രശ്നമില്ല, ശരീരം സമ്പൂർണമായി രോമാവൃതമായ പുരുഷ ശരീരമാണ്, എല്ലാം പിന്നെ ലിംഗം പുരുഷൻ്റെതാണ് എന്നിരിക്കെ അവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് തോന്നലിനാണ്. സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് കൊടുക്കേണ്ടിയിരുന്നത്. ആ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് പകരം ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ശരിയായ ഒരു ശരീരത്തെ, ആരോഗ്യപരമായ ഒരു ശരീരത്തെ എന്തിനു വേണ്ടിയാണ് അപകടപ്പെടുത്തുന്നത് എന്നാണ് ഇസ്ലാം ചോദിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഈ ഗണത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ മാനവികമായ അവകാശങ്ങളെ പരിഗണിക്കാതെ അവർക്ക് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുക്കുകയും ഇവിടെ ശരിക്ക് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് മനഃശാസ്ത്രപരമായ ചികിത്സ നൽകിക്കൊണ്ട് അവരെ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരേണ്ടതിന് പകരം അവർക്ക് മറ്റേതെങ്കിലും ശാരീരികമായ ചികിത്സകൾ നൽകി അവരെ അപകടപ്പെടുത്തുന്ന ഒരവസ്ഥ ഒരിക്കലും പാടില്ല എന്നാണ് ഇസ്ലാം ആവശ്യപ്പെടുന്നത്.
രക്ഷപ്പെടുന്നത്. അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ, ഇപ്പോൾ സമൂഹത്തിൽ വളരെ വലിയ രൂപത്തിൽ നമ്മുടെ ഇടയിൽ മലബാറിൽ, പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ പോലും പെണ്ണിനോട് അട്രാക്റ്റഡ് ആവുകയും ലെസ്ബിയൻ കപ്പിൾസായി അവർക്ക് മാതൃകകളായി മീഡിയകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരുപാട് കപ്പിൾസുകളും അവരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചില ടെലിവിഷൻ പ്രോഗ്രാമുകളെല്ലാം മുന്നിട്ട് വരുമ്പോൾ ഇതിൻ്റെ അപകടത്തെക്കുറിച്ച് നമ്മൾ നന്നായി ധാരണയുള്ളവരാകണം. എന്താണ്? പ്രകൃതിപരമായി നമ്മൾ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. എല്ലാറ്റിലും രണ്ട് ലിംഗങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. പ്രകൃതിയുടെ പ്രത്യുൽപാദന ശേഷിക്ക് അത് അനിവാര്യമാണ്. എല്ലാ തലങ്ങളിലും വിപരീത ലിംഗങ്ങൾ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളതാണ്. മൃഗങ്ങളിലും സസ്യങ്ങളിലും എല്ലാറ്റിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് സംവിധാനിച്ചിട്ടുണ്ട്. മനുഷ്യരിലും അത് സംവിധാനിച്ചിട്ടുണ്ട്. എന്നാൽ ചില താല്പര്യങ്ങളുടെ ലൈംഗിക വൈകൃതങ്ങളുടെ മേൽ അതിനെ സ്വാഭാവികവൽക്കരിച്ചുകൊണ്ട്, സാമാന്യവൽക്കരിച്ചുകൊണ്ട് അതാർക്കും ഉണ്ടാകാവുന്ന ഒന്നാണ്, അതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടവരും ആണ് എന്ന തോതിലുള്ള പ്രചരണം നടക്കുമ്പോൾ നോക്കൂ നിങ്ങൾ, ഇന്ന് പോപ്പുലേഷൻ ക്രൈസിസ് ചൈനയിലും ജപ്പാനിലുമെല്ലാം അനുഭവിക്കുന്ന ജനസംഖ്യ പ്രതിസന്ധിയെക്കുറിച്ചുള്ള പഠനങ്ങൾ നമുക്കൊരുപാട് കാണാൻ കഴിയും. എന്താണ്? ലോക ജനസംഖ്യയിൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്ന രാജ്യമായിരുന്ന ചൈന ഇന്ന് പോപ്പുലേഷൻ ക്രൈസിസ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് മാത്രമേ പാടുള്ളൂ എന്നുള്ളിടത്ത് നിന്ന് 2021 പോളിസി റിവേഴ്സൽസ് വന്നു. അവർക്ക് എന്താണ്? ഇനി 3 ചിൽഡ്രൻ, അവർക്ക് ചുരുങ്ങിയത് ഒരാൾക്ക് 3 കുട്ടികളെങ്കിലും വേണം എന്നുള്ളിടത്തേക്ക് ചൈനയുടെ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമുകളെല്ലാം മാറ്റേണ്ടി വന്നു. ജപ്പാനിലും സമാനമാണ്. അതിൻ്റെ പഠനങ്ങൾ പറയുന്നത് ലോ ബർത്ത് റേറ്റ് ആണ്. കുട്ടികൾ ജനിക്കുന്നില്ല, കാരണം കുട്ടികളെ ജനിപ്പിക്കാൻ അവിടെയുള്ള പൗരന്മാർ തയ്യാറാകുന്നില്ല എന്നതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തേത് ഹൈ കോസ്റ്റ് ഓഫ് ലിവിങ്, ജീവിത നിലവാരങ്ങളെല്ലാം ഉയർന്നു, സാമ്പത്തികമായ വലിയ ഭാരങ്ങൾ വന്നു തുടങ്ങി. മൂന്നാമത്തേത് പറയുന്നത് ഡിലേഡ് മാരേജ് ഓഫ് ഫാമിലിയിലുള്ള വൈകിയുള്ള വിവാഹങ്ങൾ സന്താനങ്ങൾ ഉണ്ടാകുന്നതിന് വലിയ തടസ്സമാണ് എന്ന് ചൈനയിൽ പ്രസ്താവിക്കുകയും 2021 മുതൽ തന്നെ അവരുടെ പോളിസിയിൽ മാറ്റം വരുത്തി വിവാഹം നേരത്തെ ആകണമെന്നും വിവാഹ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുകയും നേരത്തെ ജോലിക്ക് പോയിരുന്ന കുടുംബങ്ങളിൽ ജോലിക്ക് പോകേണ്ടതില്ല എന്ന ഫാമിലി പ്ലാനിങ്ങുകളിലേക്ക് പോലും ചൈന എത്തിയിടത്ത് നമ്മൾ അങ്ങോട്ട് സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പെൺകുട്ടികൾ ഇന്ന് വിവാഹത്തിന് ഒരുക്കമാകുന്നില്ല. കഴിഞ്ഞ ദിവസവും നമ്മളിൽ പലരും സംസാരിച്ചു, പെൺകുട്ടികളെ കിട്ടാനില്ല വിവാഹം ചെയ്യാൻ. കാരണം എന്താണ്? പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറാകുന്നില്ല. പലയിടത്തും പ്രായപൂർത്തിയാകുമ്പോൾ, ആ പ്രായമെത്തുമ്പോൾ വിവാഹ ജീവിതം നയിക്കണമെന്നിരിക്കെ, വിവാഹ ജീവിതം ഒരിക്കലും ഒരാളുടെ പഠനത്തിന് തടസ്സമല്ല. വിവാഹം കഴിച്ച് എന്ന് കരുതി പഠനത്തിന് വിരുദ്ധമാകുന്നുണ്ടോ? പഠനം വിവാഹ ജീവിതത്തോടൊപ്പം തന്നെ നടക്കാമെന്നിരിക്കെ വിവാഹം തന്നെ താല്പര്യപ്പെടാത്ത, ലിവിങ് ടുഗദറുകളാവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന വലിയൊരു സൊസൈറ്റി നമ്മുടെ ഉള്ളിൽ തന്നെ വളർന്നു വരുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. ആരാണ്? അരക്ഷിതവാദികൾ, ലിബറലുകൾ അത്തരം ഒരു സൊസൈറ്റി ഇവിടെ രൂപപ്പെടുത്താൻ വേണ്ടി പണിയെടുക്കുകയും ശ്രമിക്കുകയും അതിൻ്റെ ഫലമായി ഈ സൊസൈറ്റി വലിയ അരക്ഷിതമായി കഴിഞ്ഞാൽ കുളം കലക്കി മീൻ പിടിക്കാൻ പറ്റുന്ന പോലെ ആരെയും ലൈംഗികമായി ഉപയോഗപ്പെടുത്താം, ആൺ പെൺ വ്യത്യാസമില്ലാത്തൊരു ലോകം ഇവിടെ സ്ഥാപിച്ചെടുക്കാം. അങ്ങനെയുള്ള തൽപര കക്ഷികൾ ഇത്തരം വിചാരങ്ങൾ നമ്മുടെ സൊസൈറ്റിക്കുള്ളിലേക്ക് ഇട്ടുതരുമ്പോൾ അതിനെ തിരിച്ചറിയാത്തവരായി മാറാൻ നമ്മൾ മാറിപ്പോകാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, നമ്മുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസത്തോടുള്ള കാഴ്ചപ്പാടിൽ, ജീവിതത്തോടുള്ള കാഴ്ചപ്പാട് രൂപപ്പെടുത്തുന്നതിൽ ഫെമിനിസ്റ്റുകളുടെ സ്വാധീനം, ലിബറലുകളുടെ സ്വാധീനം നമ്മൾ അറിയാതെ തന്നെ പല ചാനലുകളിലൂടെയും പല ഇന്റർവ്യൂകളിലൂടെയും കടന്നു വരുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം. എന്താണ്? റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ പുരുഷ വിരുദ്ധമായ പല കാഴ്ചപ്പാടുകളും ഇവിടെ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വൈവാഹിക ജീവിതത്തെ നിരുത്സാഹപ്പെടുത്തുന്ന, ഇന്നലെയും ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീ പറയുന്നത് കണ്ടു, വിവാഹം എന്ന് പറയുന്നത് ഒരു വഞ്ചനയാണ് എന്ന് വൈവാഹിക ജീവിതം നടന്നതിന് ശേഷം അവർ പ്രസ്താവിക്കുന്നത് ന്യൂസുകളിൽ കാണാനിടയാവുകയാണ്. എന്താണ് വിവാഹ ജീവിതത്തോട് ഈ നിരുത്സാഹപ്പെടുത്തുന്നതിൻ്റെ താല്പര്യം? ഇവിടെ തോന്നിയതുപോലെ ജീവിക്കാനുള്ള
ഒരു സ്വാതന്ത്ര്യം വകവെച്ചു കൊടുക്കണം എന്നതാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളോടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കാഴ്ചപ്പാടുകൾ നമുക്ക് കൃത്യമായിരിക്കണം. വൈവാഹിക ജീവിതത്തിൻ്റെ സമയമാകുമ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രായപൂർത്തിയാകുമ്പോൾ ആ മക്കളെ കൈപിടിച്ചുകൊണ്ട് വിവാഹം കഴിപ്പിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമാധിഷ്ഠാനത്തിലുള്ള പ്രായമാകുമ്പോൾ അവരെ കൈപിടിച്ച് വിവാഹം കഴിച്ചു കൊടുത്തുകൊണ്ട് അവരോട് പറയണം, ഇന്നി ബരീഉം മിൻക, ഞാൻ നിന്നിൽ നിന്ന് നാളെ ആഖിറത്തിൽ നിന്ന് ഒഴിവാകാൻ ഞാൻ നിന്നെ അദബ് പഠിപ്പിച്ചിട്ടുണ്ട്, ഇൽമ് പഠിപ്പിച്ചിട്ടുണ്ട്, ഇതാ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചും തരികയാണ്, നിന്നെ കെട്ടിച്ചു കൊടുക്കുകയാണെന്ന് കുട്ടിയുടെ കൈപിടിച്ച് പറയണം എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നമ്മോട് പറയുന്നത്. വൈവാഹിക ജീവിതം എന്നാൽ മൻ തസവ്വജ ബിംറഅത്തിൻ ഫഖദ് അഹ്റസ സുലുസൈ ദീനി, ആരെങ്കിലും വിവാഹം കഴിച്ചാൽ അവർ ദീനിന്റെ 2/3 കരസ്ഥമാക്കി എന്നുള്ളതാണ്. വൈവാഹിക ജീവിതം ഇസ്ലാമിൽ വളരെ പ്രധാനമുള്ളതാണ്. മൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, വിവാഹം എൻ്റെ ചര്യയിൽപ്പെട്ടതാണ്, ആ ചര്യയോട് വിമുഖത കാണിച്ചാൽ അവർ എന്നിൽ പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിവാഹ ജീവിതത്തിന് വലിയ പ്രോത്സാഹനം നൽകുന്ന ഒരു മതം ആ വിവാഹം തന്നെ വേണ്ട. PG ഡിഗ്രി കഴിയുമ്പോൾ വാപ്പയോട് മക്കൾ പറയും, ഏതായാലും ഡിഗ്രി കഴിഞ്ഞില്ല, ഇനി PG കൂടി കഴിയട്ടെ എന്ന് പറയും. വാപ്പ ആ വിദ്യാഭ്യാസത്തോടുള്ള താല്പര്യത്തെ മാനിച്ചുകൊണ്ട് PG വരെ കാത്തിരിക്കും. PG കഴിയുമ്പോൾ കുട്ടി പറയും, ഏതായാലും PG കഴിഞ്ഞില്ലേ, ഇനി PhD കൂടി കഴിയട്ടെ എന്ന് പറയും. PhD 3 മുതൽ 5 വർഷമോ 6 വർഷമോ അങ്ങനെ നീണ്ടുപോയി. കുട്ടിക്കപ്പോഴേക്ക് 25-26 വയസ്സായി. അപ്പൊ കുട്ടി പറയാണ്, ഏതായാലും PhD ഒക്കെ കിട്ടിയതല്ലേ, ഒരു ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയതല്ലേ, ഇനി ഏതായാലും സ്വന്തം കാലിൽ നിൽക്കട്ടെ എന്ന് പറയും. ഒരു ജോലിക്ക് വേണ്ടി PSCയോ UPSCയോ എഴുതി ഒരു ജോലിക്ക് വേണ്ടി ജോലി കിട്ടട്ടെ എന്നുള്ള നിലക്ക് അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ 10-30 വയസ്സാകുമ്പോൾ ഈ സാമൂഹിക പരിസരങ്ങളിൽ നിന്ന് കുട്ടിയുടെ ഉള്ളിൽ വരുന്ന ചില ചോദ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങും. അല്ലെങ്കിലും ഈ വിവാഹം എന്നുള്ളത് ഒരു കരാറല്ലേ, ഒരു കെട്ടിയിടലല്ലേ, അപ്പൊ അങ്ങനെ ഒരു വിവാഹ ജീവിതം വേണോ, വിവാഹം കഴിക്കണം എന്നുണ്ടോ, ജീവിക്കാൻ കുട്ടി ഉണ്ടാകണമെങ്കിൽ വിവാഹം കഴിക്കണം എന്നുണ്ടോ, ലിവിങ് ടുഗദർ ആയാലും പോരെ, എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ ലോകം, അവർക്ക് അവരുടെ ലോകം, ഇതൊക്കെ ബുദ്ധിപരമായി തോന്നിപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രവണതയെ സൃഷ്ടിച്ചുകൊണ്ട് ഈ സമൂഹത്തെ സമൂഹത്തെ അരക്ഷിതമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുടെ ശ്രമങ്ങളാണ് ഈ LGBTQIA എന്ന് തുടങ്ങിയ വ്യത്യസ്തമായ വകഭേദങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ, ഈ ലെസ്ബിയൻസിനെ സാമാന്യവൽക്കരിക്കുന്നതിലൂടെ, ഹോമോസെക്ഷാലിറ്റിയെ അതൊരു സ്വാഭാവികതയാണ് എന്ന് പറഞ്ഞ് പ്രസ്താവിക്കുന്നതിലൂടെ ഇവിടെ രൂപപ്പെടുത്താനും അവരാഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ഇത്തരം കാഴ്ചപ്പാടുകൾ നമ്മുടെ വീടുകളിലേക്ക്, നമ്മുടെ കുട്ടികളിലേക്ക് നമ്മൾ അറിയാതെ കടന്നു വരുന്നതിനെ കുറിച്ച് ജാഗ്രതകൾ ഉണ്ടാകണം. എന്ത് ജാഗ്രതകളാണ് വേണ്ടത്? അത് വസ്തുത, അത് ബുദ്ധിക്ക് യോജിക്കുന്ന, ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിഷയം തന്നെ നമ്മൾ വിശദമായി സംസാരിച്ചു. അതിൻ്റെ എല്ലാം ബുദ്ധി അന്വേഷിക്കുമ്പോൾ വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്ര പ്രയാസകരമായ ഒരു ഏർപ്പാടായിട്ട് പോലും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിനു വേണ്ടി അവരെ തള്ളിവിടുകയും ചെയ്യുന്ന പ്രവണത, അത് ചില തൽപര കക്ഷികളുടെ താല്പര്യം മാത്രമാണ് എന്ന് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുകയും, പുരുഷനും സ്ത്രീയും സമൂഹത്തിൽ തുല്യത എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും രണ്ടും 2 ജെൻഡറുകളാണെന്നിരിക്കെ രണ്ടുപേരും നിർവഹിക്കേണ്ടത് 2 ദൗത്യങ്ങളാണ്. സ്ത്രീ നിർവഹിക്കേണ്ട ദൗത്യങ്ങളല്ല പുരുഷൻ നിർവഹിക്കേണ്ടത്, പുരുഷൻ നിർവഹിക്കേണ്ട ദൗത്യങ്ങളല്ല സ്ത്രീയും നിർവഹിക്കേണ്ടത്. അതുകൊണ്ട് ഇക്വാലിറ്റി എന്ന് പറയുന്ന, സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, അതൊരു ഉട്ടോപ്യൻ കോൺസെപ്റ്റാണ്. അത് സംഭവ്യമല്ല. കാരണം സ്ത്രീകൾക്ക് മാത്രമേ പ്രസവിക്കാൻ കഴിയുകയുള്ളൂ, പുരുഷന് പ്രസവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് പുരുഷൻ കുറവാകുന്നില്ല, സ്ത്രീ മികച്ചതാവുകയും ചെയ്യുന്നില്ല. അത് സ്ത്രീക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള ഒരു കഴിവാണ് എന്ന സെൻസിൽ അതിനെ ഉൾക്കൊള്ളാൻ കഴിയണം. പുരുഷന് മറ്റൊരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുണ്ട്. ശാരീരികമായി അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളെക്കാൾ കൂടുതൽ കഴിവും ശാരീരിക ക്ഷമതയും ഉള്ളത് പുരുഷന്മാർക്കാണ്
ബുദ്ധിമുട്ടാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനർത്ഥം സ്ത്രീകൾ കൊള്ളരുതാത്തവരാണ് എന്നല്ല, അവർ ബലഹീനരാണ് എന്നല്ല. ശാരീരിക ക്ഷമതയുടെ വിഷയത്തിൽ അതെല്ലാവരും മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഒളിമ്പിക്സിൽ 2 മത്സരങ്ങൾ ഉണ്ടാകുന്നത്. ട്രാൻസ്ജെൻഡേഴ്സ്, ഞാൻ ട്രാൻസ് വുമണായ ഒരു നേരത്തെ ആണായിരുന്ന ഒരുത്തൻ ഇക്കഴിഞ്ഞ ഒളിമ്പിക്സിൽ ട്രാൻസ് വുമണായിക്കൊണ്ട് മാറി സ്ത്രീകളുടെ കൂട്ടത്തിൽ മത്സരിച്ചതിൻ്റെ പേരിൽ വിവാദങ്ങൾ ഉയർന്നു വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അഥവാ പുരുഷന്റെ ശാരീരിക ക്ഷമത മറ്റൊന്നായതുകൊണ്ട് സ്ത്രീകളെക്കാൾ പുരുഷൻ ആ ഗണത്തിൽ മികച്ചതാണ് എന്നേ അർത്ഥമുള്ളൂ. അതല്ലാതെ എല്ലാറ്റിനേക്കാളും സ്ത്രീകളെക്കാൾ പുരുഷനാണ് എന്നല്ല. സ്ത്രീ നിർവഹിക്കേണ്ട ദൗത്യം ഒന്നാണ്, പുരുഷൻ നിർവഹിക്കേണ്ട ദൗത്യം ഒന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി, എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, ഭരണാധികാരികളാണെന്ന് പറഞ്ഞ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. സ്ത്രീയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറയാൻ, സ്ത്രീയെ പുകഴ്ത്തിക്കൊണ്ട് പറയാണ്, ഭർത്താവിൻ്റെ വീട് മനോഹരമായി ഭരിക്കാൻ കഴിയുന്നവർ അത് സ്ത്രീകളാണ്. ആ വീട്ടിൽ വളർന്നു വരുന്ന തലമുറകളെ കുറിച്ച്, വീടിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് സ്ത്രീകളോട്, ഭാര്യയോട് ചോദ്യം ചെയ്യപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അവർക്ക് ആ വിഷയത്തിലുള്ള കഴിവിനെയും മികവിനെയും കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ കഴിവുകളെ അവരുടെ കഴിവുകളായും പുരുഷന്മാരുടെ കഴിവുകളെ പുരുഷന്മാരുടെ കഴിവുകളായും മതം ഉൾക്കൊള്ളുന്നുണ്ട്. ഇതേ മതത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സ്ത്രീകളെ അവഗണിക്കുകയും നിന്ദിക്കുകയും അവർക്ക് വില നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന ഒരു നരേഷൻ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഇസ്ലാം വിമർശനം ഉന്നയിച്ചുകൊണ്ട് സ്ത്രീകളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ദീനിൽ നിന്ന് അകറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി വസ്തുനിഷ്ഠമായി മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നവരാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയും നമ്മയും എല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തി വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.